വയനാട് പുനരധിവാസ ഫണ്ടിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി. എത്ര തുക വേണമെന്ന കേരളവും എത്ര നൽകുമെന്ന കേന്ദ്രവും അറിയിക്കണമെന്നാണ് നിർദ്ദേശം. സാങ്കേതിക പദപ്രയോഗങ്ങളല്ല നടത്തേണ്ടത് എന്നും കോടതി വിമർശിച്ചു. അതേസമയം സഹായം ആവശ്യപ്പെട്ടുള്ള കേരളത്തിന്റെ നിവേദനം വൈകിയാണ് എത്തിയതെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നവംബർ 13-നാണ് വിശദമായ നിവേദനം നൽകിയതെന്നും പരിശോധിക്കുകയാണെന്നും അമിത്ഷാ പ്രിയങ്ക ഗാന്ധിക്ക് മറുപടി നൽകി. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കുന്നില്ല എന്ന് ദുരന്ത ബാധിതർ പറയുകയാണ്. സൗജന്യ ഭക്ഷ്യക്കിറ്റും തുടർ ചികിത്സാ സഹായവും നിലച്ചു എന്നാണ് പരാതി. ശ്യാം ദേവരാജ് കോടതി വിവരങ്ങളുമായി, ആർ രാധാകൃഷ്ണൻ അമിത്ഷായുടെ മറുപടി വിശദാംശങ്ങളുമായി. ആദ്യം ശ്യാമിലേക്ക്. ശ്യാം, ഇന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത് എന്താണ്? എത്ര കിട്ടണം എന്നതിൽ ആ തുക കൃത്യമായി ഹൈക്കോടതിയെ നാളെ തന്നെ അറിയിക്കണമെന്നല്ലേ? കേന്ദ്ര സർക്കാരിന് വിമർശനമുണ്ടോ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന്? സ്മൃതി, ഇക്കാര്യത്തിൽ സ്വമേധയാ സ്വീകരിച്ച വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇക്കാര്യത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് കണക്കുകളുടെ കാര്യത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തത തേടിയത്. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, മുഹമ്മദ് നിയാസ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് ഈ നിർദ്ദേശവും. ഇക്കാര്യത്തിൽ നാളെ സംസ്ഥാന സർക്കാരാണ് കൃത്യമായും വിശദീകരണം നൽകേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അക്കാര്യത്തിൽ പുനരധിവാസത്തിനായി എത്ര തുക ആവശ്യമാണ് എന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കണം. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ നീക്കിയിരിപ്പ് തുക സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ഹൈക്കോടതിയിൽ നാളെ സംസ്ഥാന സർക്കാർ നൽകണം. ദുരന്തമുണ്ടായ സമയത്ത്, മുണ്ടക്കൈ ചൂരന്മല ദുരന്തമുണ്ടായ സമയത്ത് SDRF അക്കൗണ്ടിൽ എത്ര തുക ബാക്കിയുണ്ടായിരുന്നു എന്നാണ് ഹൈക്കോടതി ഇന്ന് ചോദിച്ചത്. ഈ തുക വയനാടിനായി ഉപയോഗപ്പെടുത്താൻ സംസ്ഥാനത്തിന് കഴിയുമോ എന്ന കാര്യവും കൂടി അറിയിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതിനായി SDRF അക്കൗണ്ട് ഓഫീസർ നാളെ ഹൈക്കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകണം. ഓൺലൈനിൽ ഹാജരായി വിശദീകരണം നൽകിയാൽ മതിയാകുമെന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. എത്ര തുക ഇതുവരെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകി എന്നാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ഇന്നും ആവർത്തിച്ച് ചോദിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തത വരുത്താൻ ആവശ്യപ്പെടുന്നത്. ഈ ദുരന്തത്തിനായി ഇതുവരെ എത്ര നൽകി, ഇനി എത്ര നൽകും എന്ന കാര്യത്തിലും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നാളെ വ്യക്തത വരുത്തണം. ഒപ്പം ദുരന്തശേഷം ഇന്നുവരെ കേന്ദ്ര സർക്കാർ ഇടക്കാല സഹായം എന്തെങ്കിലും നൽകിയോ എന്ന കാര്യവും കൂടി ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനോട് ചോദിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ സാങ്കേതിക പദപ്രയോഗങ്ങളല്ല നടത്തേണ്ടത്, ടെക്നിക്കലായിട്ടുള്ള മാറ്റേഴ്സ് അല്ല കോടതിയുടെ പരിഗണനയിലേക്ക് വയ്ക്കേണ്ടത്, ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്ന കാര്യങ്ങളിലാണ് പരിഗണന വേണ്ടത് എന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു ഘട്ടത്തിൽ നിരീക്ഷിക്കുക കൂടി ചെയ്തത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നാളെ വീണ്ടും പരിഗണിക്കും. അതിൽ സംസ്ഥാന സർക്കാർ അക്കാര്യങ്ങളിൽ വിശദീകരണം നൽകണം. കേന്ദ്ര സർക്കാരിനോട് ചോദിച്ച കാര്യങ്ങളിലും മറുപടി നൽകണം. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട് MP നേരിട്ട് നൽകിയ നിവേദനത്തിലാണ് അമിത്ഷായുടെ വിശദമായ മറുപടി വന്നിരിക്കുന്നത്. 3.5 മാസത്തിനു ശേഷം, അതായത് നവംബർ 13-നാണ് വിശദമായ നിവേദനം സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ചത്. അത്ര വൈകിയെത്തിയ നിവേദനമാണ്. അപ്പോൾ അതിന്മേലുള്ള ആലോചനയും അതിനനുസരിച്ച് വൈകുകയാണ് എന്നാണോ അമിത്ഷായുടെ മറുപടി? സ്മൃതി സൂചിപ്പിച്ചതുപോലെ പരോക്ഷമായിട്ട് നമുക്ക് അങ്ങനെ കരുതേണ്ടി വരും. കാരണം ഇത്ര അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണെങ്കിൽ സമയം ഇത്ര വൈകിയത് ചൂണ്ടിക്കാട്ടുകയാണ് ഈ തീയതി വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചെയ്തിരിക്കുന്നത്. നവംബറിൽ മാത്രം നൽകിയ അപേക്ഷ ഇത്ര വേഗത്തിൽ പരിഗണിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുക അനുവദിക്കണം എന്ന് പറയുന്നതിലെ ഔചിത്യമില്ലായ്മ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് വയനാട് MP കൂടിയായ പ്രിയങ്ക ഗാന്ധി നൽകിയ നിവേദനത്തിനുള്ള മറുപടിയിൽ. ഇതിലേറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇങ്ങനെ ഒരു മറുപടി താൻ അങ്ങോട്ട് രേഖാമൂലം നൽകാമെന്ന് അമിത്ഷാ തന്നെ പ്രിയങ്ക ഗാന്ധിയോട് പറയുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ നിന്നുള്ള MP-മാർ പ്രിയങ്ക ഗാന്ധിക്ക് ഒപ്പം അമിത്ഷായെ കണ്ടത്. ഈ വിഷയത്തിൽ 2221 കോടി രൂപയുടെ സഹായ ആവശ്യമാണ്, അഥവാ പാക്കേജാണ് പ്രിയങ്ക ഗാന്ധി നിർദ്ദേശിച്ചത്. കേരളം 2219 കോടിയുടെ സഹായം ആവശ്യപ്പെട്ടിടത്താണ് 2 കോടി കൂടി അധികം പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെടുന്ന നിർദ്ദേശം സമർപ്പിച്ചത്. ആ ഘട്ടത്തിൽ കേരളം സമർപ്പിച്ച നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണനയിലാണെന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ താൻ മറുപടി നൽകാമെന്നും അറിയിച്ചത്. അപ്രകാരമാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഈ ലോക്സഭയിൽ നടക്കുന്ന ദുരന്ത നിവാരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഉപസംഹാര പ്രസംഗം നടത്തുമ്പോൾ വയനാട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാട്, വയനാടിൻ്റെ കാര്യത്തിൽ തുക നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഈ സഹായ ധനം നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ ഒക്കെയുള്ള കാര്യങ്ങൾ അമിത്ഷാ വിശദീകരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്.
സാധിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ ശ്യാം ചൂണ്ടിക്കാട്ടി, SDRF ഫണ്ട് എത്രത്തോളം കേരളത്തിൻ്റെ പക്കൽ ഉണ്ട് എന്നത് സംബന്ധിച്ച ഒരു മറുപടി കൂടി കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്ത് വിട്ടിരുന്നു. ഏതാണ്ട് 800 കോടി രൂപയോളം സംസ്ഥാനത്തിൻ്റെ പക്കൽ SDRF ഫണ്ട് ആയിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുനരധിവാസ പദ്ധതികൾക്ക് അങ്ങനെ തുക തടസ്സമായി വരുന്ന ഒരു പ്രശ്നമില്ല എന്നാണ് ഭഗ്യന്തരേണ കേന്ദ്രം ഇതുവഴി വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 800 കോടി SDRF ഫണ്ടിൽ ഉണ്ട് എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ വാദം.